പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മുത്തശ്ശന് അസുഖമൊന്നും ഇല്ല എന്ന് നയനെ വെളിപ്പെടുത്തിയതിന് ശേഷം എന്താ സംഭവിച്ചത് എന്നറിയില്ല. അതിനെക്കുറിച്ചൊന്നും കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് ഓണമായിട്ട് നയനയും ആദർശവുമൊക്കെ നയനയുടെ വീട്ടിലോട്ട് ചെല്ലുവാണ്. അന്നേരം അവിടെ അനി കൊടുത്ത സെറ്റൊക്കെ കൊടുത്ത് നല്ല സുന്ദരിക്കുട്ടിയായിട്ട് നിൽപ്പുണ്ട് നന്ദു. അന്നേരം നന്ദുവിനോട് നയന പറയുവാണ്, ഞാൻ അത്യാവശ്യം കളർ സെൻസൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്, എങ്കിലും നീ ഇന്നെടുത്ത ഡ്രസ്സ് നീ നിന്നെ മനസ്സിൽ കണ്ടെടുത്തതുപോലെ അത്രയ്ക്ക് നല്ല ചേർച്ചയുണ്ട് എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. പിന്നെ നന്ദു സാരി ഉടുത്ത് നിൽക്കുന്ന ഫോട്ടോ ഫോണിൽ നോക്കിയിട്ട് ദേവയാനി പറയുവാണ്, ഈ സാരി ഉടുത്ത് നിൽക്കുന്ന നന്ദുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഈ സാരി നന്നായിട്ട് അവൾക്ക് ചേരുന്നുണ്ട് എന്നൊക്കെ പറയുവാണ്. അതുപോലെ ഓണം ആയതുകൊണ്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുമല്ലോ എല്ലാവരും. അങ്ങനെ നവ്യ പോകാൻ വേണ്ടി നിൽക്കുമ്പം അഭി നവ്യയോട് പറയുവാണ്, നമ്മളവിടെ ചെല്ലുമ്പം അവിടെ ആദർശം നയനയും ഒക്കെ കാണും. അന്നേരം എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം അവർ ആദർശിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് അഭി നവ്യയോട് പറയുക. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. നയനയോടും ആദർശിനോടുമായിട്ട് കനക പറയുവാണ്, നവ്യ കുറ്റപ്പെടുത്തുന്നത് പോട്ടെ, അവൾക്ക് കാര്യങ്ങൾ അറിയത്തില്ല എന്നെങ്കിലും വെക്കാം, പക്ഷേ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൻ ചിലപ്പോൾ മോനെ കുറ്റപ്പെടുത്തുന്ന കേൾക്കുമ്പം ദേഷ്യം വരും, കൈ നീർത്തി അവൻ്റെ മുഖത്തിന് ടോർണം കൊടുക്കാൻ വരെ തോന്നുമെന്നൊക്കെ കനക പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വിഷമിച്ച് നിൽക്കുവാണ് ആദർശയും നയനയും. ഇതൊക്കെയായിരുന്നു പ്രമോ.